ഹലോ എവ്രിവൺ. ചോറിൻ്റെ കൂടെ ഒരു ഇച്ചിരി എരിവും പുളിയും ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ചെയ്യാവുന്ന ഒന്നാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒലിവ് ഉപ്പിലിട്ടത് ചാലിച്ചത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ശരി എന്നാൽ ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 2 വലിയ കൈപ്പിടി ഒലിവ്സ്. ഇത് കുരു കളഞ്ഞിട്ട് നമുക്ക് കിട്ടില്ലേ, ഉപ്പിലിട്ടിട്ട്, അതാണ് കേട്ടോ. 1 വലിയ കൈപ്പിടി ചെറിയ ഉള്ളി, ഒരൽപ്പം കറിവേപ്പില. മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ടീസ്പൂണാണ്. വെളിച്ചെണ്ണ കുറച്ചധികം വേണം, ഒരു 3 ടേബിൾ സ്പൂൺ. ഇത് വിനീഗറാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും ഇതേ അളവിലെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ സ്വാദനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ഒലിവ്സ് ചില സമയത്ത് വാങ്ങുമ്പോൾ കട്ടുപ്പായിരിക്കും, ചില സമയത്ത് അങ്ങനെ അത്രയ്ക്ക് ഉപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് നന്നായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒലിവ്സ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചതച്ചെടുത്താലും മതി, അതല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുത്താലും മതി. പക്ഷെ ഞാനതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തതേ ഉള്ളൂ, ചതച്ചതുപോലെ. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് വിനീഗർ, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ് വളരെ കുറവേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഒലിവ്സിന് എന്താണെങ്കിലും ഉപ്പുണ്ട്. അപ്പം നോക്കിയതിന് ശേഷം ചേർത്താൽ മതി. ഇതാദ്യം തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്തേക്കാം. ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഒലിവ്സും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരല്പം കൂടെ വെളിച്ചെണ്ണ വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ വെളിച്ചെണ്ണ ഒരു അല്പം ഇങ്ങനെ മുന്നോട്ട് നിൽക്കുമ്പോഴാണ് അതിന് ആ ഒരു കറക്റ്റ് ഫ്ലേവർ വരണത് കേട്ടോ. പിന്നെയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒലിവ് ചാലിച്ചത് റെഡി ആയിരിക്കണം.